ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എന്ത് വീഡിയോ ആയിരിക്കുന്നത് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഇന്ന് എൻ്റെ കയ്യിൽ ഹിമാലയൻ അതേപോലെ തന്നെ യെസ്ഡിയുടെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ADV മോഡൽസ് ഉണ്ട്. ഏകദേശം വിലയുടെ കാര്യത്തിലും ലുക്കിൻ്റെ കാര്യത്തിലും രണ്ട് വണ്ടികൾ ഒരേപോലെ ഉണ്ടല്ലേ. ഈ രണ്ട് വണ്ടികളുടെ സ്പെസിഫിക്കേഷൻസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതേപോലെ തന്നെ ചെറിയൊരു കമ്പാരിസണും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് നിങ്ങൾ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്ഡിയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ റോഡ് സ്റ്റാറിൻ്റെ ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാനായിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോലെ. അപ്പോൾ ആദ്യമേ തന്നെ ലുക്കിൻ്റെ ചെറിയൊരു കമ്പാരിസൺ നമുക്ക് നടത്താം. ലുക്കിൻ്റെ കാര്യത്തിൽ എനിക്കൊരു അമ്മ പറ്റ രണ്ട് മക്കളുടെ പോലെയാണ് രണ്ട് വാഹനങ്ങളിൽ തോന്നുന്നത്. അതായത് ഒരു റെട്രോ ക്ലാസിക്കൽ ലുക്കാണ് രണ്ട് വാഹനങ്ങൾക്കും ശരിക്കും കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗങ്ങളാണെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളും എടുത്ത് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇൻക്ലൂഡിങ് ഈ മിററിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ഒരു ക്ലാസിക് ലുക്കാണ് രണ്ട് വാഹനങ്ങളിലും കാണാനായിട്ട് കഴിയുന്നത്. ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ വീൽ സൈസ് എടുത്ത് നോക്കുന്ന സമയത്ത് 21 ഇഞ്ചിൻ്റെ രണ്ട് സ്പോക്ക് വീൽസാണ്. അതേപോലെ തന്നെ ബാക്കിലത്തെ വീൽ എടുത്ത് നോക്കുന്ന സമയത്ത് 17 ഇഞ്ചിൻ്റെ സ്പോക്ക് വീലാണ്. അത്തരത്തിൽ എല്ലാ ഭാഗങ്ങളും ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ സ്പ്ലിറ്റ് സീറ്റാണ്. ഏറെക്കുറെ സെയിമാണ് രണ്ട് വാഹനങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് ഹിമാലയൻ്റെ ഒരു പക്കാ കോപ്പിയടി എന്നുള്ള ഒരു തരത്തിൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലുക്ക് വൈസ് എടുത്ത് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ്. സ്വഭാവം അത്തരത്തിലൊക്കെ തന്നെയാണ്. ഒരു ആനയും കുതിരയും പോലെയാണ് എനിക്ക് ശരിക്കും ഓടിച്ച് നോക്കിയിട്ട് ഫീൽ ചെയ്തത്. അത്തരത്തിലുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് നമുക്ക് വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻസും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഹിമാലയ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൽ 411 cc ഒരു എയർ കൂൾഡ് എഞ്ചിനാണ് ശരിക്കും വന്നിട്ടുള്ളത്. അതായത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. നല്ല രീതിയിലുള്ള ടോർക്കും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 24.3 bhp ആണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 32 Nm ടോർക്കോളാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 സ്പീഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ യെസ്ഡിയുടെ അഡ്വഞ്ചറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. അപ്പോൾ ആ രണ്ട് വ്യത്യാസം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ആനയുടെ പുറത്തിരുന്ന് പോണതും ഒരു ശരിക്കും ഒരു കുതിരയുടെ പുറത്തിരുന്ന് പോണതും തമ്മിൽ നല്ല തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വെയിറ്റ് വേണമെങ്കിൽ വലിച്ച് കെട്ടിയാലും നല്ല ഒരു ചെറിയൊരു ഗിയറിൽ നല്ലൊരു ടോർക്കിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു സ്പീഡിൽ ടോപ്പ് ഗിയറിലും ഈ ഒരു വണ്ടിയിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ 334 cc എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് റൈഡിങ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ആ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു റേഡിയേറ്ററും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് 24 bhp ഇതിന് 29 bhp ശരിക്കും പവർ ഔട്ട്പുട്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗത്ത് കാണാനായിട്ട് കഴിയുക. പക്ഷേ ഒരുപാട് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് വേണ്ടി വരും. ഈ ഒരു വാഹനത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ടോർക്ക് എന്ന് പറയുന്നത് 29.9 Nm വരുന്നുണ്ട്. ഇതിൽ 32 Nm വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വാഹനം ശരിക്കും ഒരു ആനയുടെ പോലെയാണ്. എത്ര വെയിറ്റ് വേണമെങ്കിൽ വലിച്ചു കെട്ടി കൊണ്ടുപോളും. ആ ഒരു സെയിം ഗിയറിൽ, അതായത് ഒരു 50 ഗിയറിൽ ഓടിക്കുന്ന അതേ സ്പീഡിൽ നമുക്ക് ഈ ഒരു വാഹനം ശരിക്കും കൊണ്ടുനടക്കാനായിട്ട് പറ്റില്ല. ലോ ആൻഡ് ടോർക്ക് നല്ല രീതിയിൽ കൂടുതലാണ് ശരിക്കും ഹിമാലയനിൽ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 സ്പീഡാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 6ാമത്തെ ഗിയറിൻ്റെ ഒരു പോരായ്മ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ രണ്ട് ക്യാരക്ടറുള്ള രണ്ട് ADV മോഡൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിക്കും എഞ്ചിൻ ഭാഗത്ത് വന്നിട്ടുള്ള മെയിനായിട്ടുള്ള ആ ഒരു സ്പെസിഫിക്കേഷൻസിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ലോങ് ടൂറൊക്കെ പോകുന്ന സമയത്ത് ടാങ്ക് റേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ്. ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ടൂറർ ബൈക്ക് എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് രണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ ഏകദേശം 0.5 ലിറ്ററോളം കൂടുതലാണ്. രണ്ട് വണ്ടികളും ഫ്യൂൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിൽ 15.5 ലിറ്റർ ആണ്, ഇതിൽ 15 ലിറ്ററോളാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. മൈലേജിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിനിപ്പോൾ മൈലേജും കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഹിമാലയൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഒരു 30 കിലോമീറ്ററിന് അടുത്താണ്. സത്യസന്ധമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ 30 കിലോമീറ്ററിന് അടുത്താണ്. പക്ഷേ കമ്പനി 45 നമ്പർ കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം ഒരു 30-32 ഈ ഒരു വാഹനത്തിന് മൈലേജ്. ഈ ഒരു വണ്ടിക്ക് കമ്പനി ഏകദേശം 40-45 കിലോമീറ്ററോളം ശരിക്കും മൈലേജ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആവറേജ് നമുക്കൊരു 35 മൈലേജ് കൂട്ടാം രണ്ട് വണ്ടികൾക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 400-450 അടുത്ത് ടാങ്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ടാങ്ക് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു ADV മോഡലിനെ വെച്ച് സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം നല്ല കല്ലിൻ്റെ മേളിൽ കൂടെ അല്ലെങ്കിൽ ഇപ്പോൾ നല്ല മൺതിട്ടകളിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് അടിഭാഗം ഉറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകം, വലിയൊരു ഘടകം തന്നെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. രണ്ട് വാഹനങ്ങൾക്ക് പിള്ളേർ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. രണ്ട് വണ്ടിക്കും 220 mm ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ആ ഭാഗങ്ങളിൽ വേറെ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനായിട്ടില്ല. പിന്നെ
എൻജിൻ പ്രൊട്ടക്ഷൻ കാർഡും കാര്യങ്ങളൊക്കെ രണ്ട് വണ്ടികളിലും കൊടുത്തിട്ടുണ്ട്. അലുമിനിയാണ് അതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു അഡ്വഞ്ചർ ബൈക്കിന് വേണ്ട ഒരു സംഭവമാണ് ഈ സൈലൻസറിൻ്റെ ഈ ഒരു ഭാഗം ഒരുപാട് ഇങ്ങനെ എന്താ പറയുക താന്നിരിക്കാനൊന്നും പാടില്ല. ഇപ്പോൾ വെള്ളത്തിലൂടെ ഒക്കെ ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്ന ഒരു ഭാഗമാണ് സൈലൻസറിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വണ്ടികൾക്കും നല്ല ഉയർത്തിയിട്ടാണ്, ഇപ്പോൾ ഈ വണ്ടിയിലേക്ക് വന്നാലും നിങ്ങൾക്ക് കാണാം ഉയർത്തിയിട്ടാണ് ശരിക്കും സൈലൻസറിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ടാണ് രണ്ട് വാഹനങ്ങളുടെയും. ഷോർട്ട് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അഡ്വഞ്ചർ ബൈക്കുകളിലെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ രണ്ട് വാഹനങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 5.5 ആണ്. എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഹിമാലയനിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് കണ്ട ഈ ഒരു തരത്തിലാണ് ഈ ഒരു വാഹനത്തിൽ ഞാനിരിക്കുക. ഏകദേശം 800 mm ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 199 കിലോഗ്രാമോളം ഭാരമാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അപ്പോൾ എടുത്ത് പൊക്കാനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല സ്റ്റാൻഡിൽ നിന്ന്. പക്ഷേ നിലത്തൊക്കെ വീണിടുന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെന്തായാലും വേണ്ടി വരും. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഹൈവേയിൽ നല്ലൊരു ടൂറിങ്ങിന് പോകുന്ന സമയത്ത് ഈ ഒരു വെയിറ്റ് കാരണം ഈ ഒരു വണ്ടിക്കുള്ളത്. നല്ല ബെറ്റർ ആയിട്ടുള്ള ബ്രേക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 320 240 mm കൂടിയിട്ടുള്ള ഡുവൽ ചാനൽ ABS കൂടിയിട്ടാണ് ശരിക്കും ഹിമാലയൻ്റെ വരവ്. ഇനി Yezdi അഡ്വഞ്ചറിലേക്ക് പോയി കഴിയുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ 815 mm സീറ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു വാഹനത്തിനായിട്ട് ഇത്തിരി കൂടെ ചെറുതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ്. അതായത് എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് സിമ്പിളായിട്ട് ഈ ഒരു വാഹനത്തിൽ രണ്ട് കാലും കുത്തി നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് കയറ്റത്ത് വെച്ചുകൊണ്ടല്ല കേട്ടോ, ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ശരിക്കും ഫീൽ ചെയ്യണത്. പിന്നെ അതിനേക്കാളും ഏകദേശം ഒരു 10 കിലോഗ്രാമോളം ഭാരം ഈ ഒരു വാഹനത്തിന് കുറവാണ്. ഏകദേശം 188 കിലോഗ്രാമിൻ്റെ അടുത്താണ് ഈ ഒരു വണ്ടിയുടെ ഡ്രൈവ് വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആ ഒരു വാഹനത്തിനായിട്ടും കുറച്ച് എന്താ പറയുക സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് Yezdiയുടെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഡീഷനാണ്. സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിലാണെച്ചാലും വെയിറ്റിൻ്റെ കാര്യത്തിലാണെച്ചാലും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ഉപകാരപ്രദമാവണ കാര്യങ്ങളാണ് ഈ പറഞ്ഞ സ്റ്റോറേജ് വെക്കാനുള്ള സ്പേസ് എന്നൊക്കെ പറയണത്. രണ്ട് വാഹനങ്ങളിലും ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ വെച്ചിട്ടില്ല എന്നുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ചെറിക്കാനും അതേപോലെ തന്നെ ബാക്കിൽ സാഡിൽ ബാഗും അതേപോലെ തന്നെ ബാക്ക് ബോക്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഓപ്ഷൻസ് ആക്സറീസ് കമ്പനിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ രണ്ട് ബൈക്കുകളും ഒരേപോലെയാണ്. സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ ഇതിന് എന്താ പറയുക ഒരു ത്രാസിൻ്റെ രണ്ടറ്റത്ത് വെച്ച പോലത്തെ അവസ്ഥയാണ്. നേരെയാണ് നിൽപ്പ്. വേറെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. ടാങ്ക് ബാഗ് രണ്ട് വാഹനത്തിലും വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ വന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് മീറ്ററിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് വിൻസ്ക്രീൻ നമുക്ക് രണ്ട് വാഹനങ്ങളിലും കാണാം. വിൻബ്ലാസ്റ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിൽ രണ്ട് വാഹനത്തിനും ശരിക്കും വിൻസ്ക്രീൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വൈബ്രേഷൻസ് ഉണ്ട്. അത് രണ്ട് വാഹനത്തിനും എന്താ പറയുക ഈ കൂടപ്പുറപ്പായിട്ട് ജനിക്കാൻ നമുക്ക് പറയില്ല, അത്തരത്തിലാണ് ഫീൽ ചെയ്യണത്. പിന്നെ വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്ററിൻ്റെ ഭാഗങ്ങളിലാണ്. ഹിമാലയൻ്റെ മീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു അനലോഗ് അതേപോലെ തന്നെ പകുതി ഡിജിറ്റലായിട്ടുള്ള തരത്തിലാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ലോകത്തില്ലാത്ത എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൻ്റെ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ടാക്കോമീറ്റർ വന്നിട്ടുണ്ട്, സ്പീഡോമീറ്റർ വന്നിട്ടുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്, ടാങ്ക് റേഞ്ച് വന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്, സൈഡ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള വാണിങ്ങുകൾ വന്നിട്ടുണ്ട്, ട്രിപ്പ് മീറ്റേഴ്സ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സർവീസ് വാണിംഗ് വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്യൂൽ ഗേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ശരിക്കും ഒരു കോമ്പസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോമ്പസാണ്. പണ്ട് അനലോഗാണ്, ഇപ്പോൾ ഡിജിറ്റലായിട്ടാണ് ആ ഒരു ഭാഗം വരുന്നത്. ഇതിന് മേലെയായിട്ടാണ് നേരത്തെ പറഞ്ഞത്, അതായത് ടാക്കോമീറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ്. ഇവിടെയാണ് ശരിക്കും RPM കാണിക്കുക. ഈ ഒരു ചെറിയ മീറ്റർ കൺസോൾ അഡീഷണലായിട്ട് ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10x10 നാവിഗേഷൻ അതേപോലെ തന്നെ മൊബൈൽ കണക്ടിവിറ്റി അത്തരത്തിലുള്ള ബ്ലൂടൂത്ത് സെറ്റപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ലോഡഡാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ മീറ്റർ എന്ന് പറയുന്നത്. ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. ഫുള്ളി ഡിജിറ്റൽ എന്ന് പറയുന്ന സമയത്ത് വേണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഓഡോമീറ്റർ വന്നിട്ടുണ്ട്, അതേപോലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡ്, ട്രിപ്പ് എഫ്, ആവറേജ്, മൈലേജ്. ഇവിടെയാണ് ശരിക്കും ഇതിൻ്റെ ടാങ്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുക. പിന്നെ സൈഡ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള വാണിംഗ് വന്നിട്ടുണ്ട്, റോഡ്, ഓഫ് റോഡ് അത്തരത്തിലുള്ള മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്, 10x10 നാവിഗേഷൻ, അതേപോലെ തന്നെ കോൾസ്, വാട്സപ്പ്, ഈ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ മീറ്ററിൻ്റെ കാര്യത്തിൽ ഇത്തിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൂടിയ ഒരു മീറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെയാണ്. മീറ്ററിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ഹിമാലയൻ ഒരു പടിക്ക് മുമ്പിലേക്ക് വയ്ക്കാം. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് രണ്ട് വണ്ടിക്ക് അത്യാവശ്യം നല്ല ട്രാവലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം രണ്ട് വാഹനങ്ങൾക്ക് എടുത്ത് പറയാൻ അങ്ങനെ പൊക്കി പറയാൻ മാത്രമൊന്നുമില്ല, ഏറെക്കുറെ രണ്ട് വാഹനങ്ങൾക്ക് സെയിം ആണ്. ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് വണ്ടികളിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്പെസിഫിക്കേഷൻസിലും ഏറെക്കുറെ രണ്ട് വാഹനങ്ങൾക്കും നല്ല രീതിയിലുള്ള സാമ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷാസി തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജാവയുടെ
ഷാസി അല്ലെങ്കിൽ ഇപ്പോൾ യെസ്ഡിയുടെ ഷാസി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഷാസിയിലാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു രൂപം ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫീച്ചേഴ്സിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിലത്തെ ആ ഒരു ലുക്കിലേക്ക് വന്നു കഴിയുമ്പോഴും കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ടെയിൽ ലാമ്പ് ആഞ്ചാലും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആഞ്ചാലും കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഇത്തിരി കൂടെ എന്താ പറയുക, സ്ക്രാംബ്ലറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു മഡ് ഗാർഡ്, അതിൻ്റെ മേളിൽ വേറൊരു പ്ലേറ്റിങ്ങിലാണ് ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ടയേഴ്സ് രണ്ട് സെയിം ആണ്. C8-ൻ്റെ ആണ് സ്റ്റോക്ക് ആയിട്ടുള്ള ടയർ എന്ന് പറയുന്നത്. 120/70 ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 130/60 അവിടുത്തെ ആ ഒരു ടയറിൻ്റെ ശരിക്കും സൈസ് വന്നിട്ടുള്ളത്. ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറയാം. 130/80 ശരിക്കും അഡ്വഞ്ചറിൻ്റെ ടയർ സൈസ്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഈ ഒരു വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 120/60 കേട്ടോ. അത്തരത്തിൽ മാത്രമാണ് ശരിക്കും ടയറിൻ്റെ ഭാഗങ്ങളിലുള്ള ആ ഒരു വ്യത്യാസം ശരിക്കും ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് മനസ്സിലാവുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഡുവൽ ചാനൽ ABS-ഉം കാര്യങ്ങളൊക്കെ തന്നെയാണ്. മൊത്തത്തിൽ എന്താ പറയുക, രണ്ട് വാഹനങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രാസിൽ ഒരേ ലെവലിലാണ് ശരിക്കും നിൽക്കുന്നത്. ഇനി ഓൺ റോഡ് പ്രൈസ് എടുത്ത് നോക്കുന്ന സമയത്ത് 2,78,000 സംതിങ് ആണ് ഹിമാലയൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. 2,73,000 മുതൽ 2,84,000 വരെയൊക്കെയാണ് ശരിക്കും യെസ്ഡി അഡ്വഞ്ചറിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. 16,000 രൂപയുടെ എക്സറീസും കൂടെ കൂടുന്ന സമയത്ത് ഏകദേശം ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്താണ് ശരിക്കും ഞാൻ ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിലും ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ആക്സറീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഹസാർഡ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്കായിട്ട് രണ്ട് വാഹനങ്ങളിലും വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സാഡിൽ ബാഗ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിലും ഈ ഒരു വാഹനത്തിനും വരുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ആ ഒരു കമ്പാരിസൺ വീഡിയോ എന്ന് പറയുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ലുക്കിൻ്റെ കാര്യത്തിലും സ്പെസിഫിക്കേഷൻസിൻ്റെ കാര്യത്തിലും ഒരേപോലെ തോന്നുമെങ്കിലും രണ്ട് തരത്തിലുള്ള വാഹനങ്ങളാണ്. അഡ്വഞ്ചർ പോകുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിനായിട്ടും ഉറപ്പായിട്ട് ഇത്തിരിയും കൂടെ ഒരു എന്താ പറയുക, ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളൊരു ഹൈവേ ടൂറിംഗ് ആണ് ആഗ്രഹിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജസ്റ്റ് എടുക്കാം. ഹൈവേയിൽ അത്രമാത്രം ഒരു പെർഫോമൻസ് ഈ ഒരു വാഹനത്തിനുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ വൈബ്രേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ 100-110 മേലൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എന്താ പറയുക, ഒരു വൈബ്രേഷനും കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം ശരിക്കും മുമ്പോട്ട് പോകുക. പക്ഷേ ഈ ഒരു വണ്ടിക്ക് 6ാമത്തെ ഒരു ഗിയറിലും ചെറിയ തരത്തിലുള്ള വൈബ്രേഷൻസ് കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും ഫീൽ ചെയ്യണത്. ആ വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടെ എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് ശരിക്കും ഹിമാലയനിലാണ്. കംഫർട്ടും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ രണ്ട് വാഹനങ്ങളിൽ സെയിം ആണ്. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഒറ്റ ടേക്കിലെടുത്ത ഒരു വീഡിയോ ആണ്. എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.